ദൈവിക ദർശനങ്ങൾ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുമെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പൈശാചിക ലോകം എന്തു തന്നെ ചെയ്താലും ദർശനം കർത്താവ് തന്നിരിക്കുന്നതുകൊണ്ട് അത് പൂർത്തീകരിക്കാൻ ഇടയാകും. യോസഫിൻ്റെ ജീവിതം നമുക്കറിയാം. യോസഫ് അവൻ്റെ ദർശനം പങ്കുവെക്കുവാൻ ഇടയായി. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നു, നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരുന്നു, അപ്പോൾ എൻ്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു, നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്ന് എൻ്റെ കറ്റയെ നമസ്കരിച്ചു. ഇത് കേട്ട സഹോദരന്മാരുടെ പ്രതികരണം എത്ര ദയാനകമായ പ്രതികരണമായിരുന്നു പ്രിയപ്പെട്ടവരെ. ഹാലലൂയ. അവനോരോട് ദയ കാണിക്കാതെ ഹാലലൂയ അവനെ ആ ദർശനം പറഞ്ഞ് അവനെ എന്ത് ചെയ്തു? പൊട്ടക്കിണറ്റിൽ തള്ളിയിടുവാൻ ഇടയായി. ദൈവം ദർശനം തന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രതിയോഗി അതിനെതിരെ പ്രവർത്തിക്കും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, പിന്നത്തേതിൽ ദൈവം യോസഫിനെ ഉയർത്തുവാൻ ഇടയായി. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അഭിഷിക്തനെ ദർശനമുണ്ട്, എന്നാൽ അതെന്നാണ് പൂർത്തീകരിക്കുവാൻ ഇടയാകുന്നത്? ഹാലലൂയ. യോസഫ് സത്യം. യോസഫേ, ദൈവം തന്ന ദർശനം സത്യമാണ്, അത് നിറവേറുവാൻ ഇടയാകും. പൈശാചിക ലോകത്തിന്റെ കള്ളം നിങ്ങൾ വിശ്വസിക്കരുത്. ദൈവം തന്ന ദർശനം നിറവേറപ്പെടുവാൻ ഇടയാകും. ഹാലലൂയ. നിങ്ങൾക്ക് ദൈവം തന്ന ദർശനം എന്താണ്? എന്തിനാണ് നിങ്ങൾക്ക് ദൈവം ദർശനം തന്നിരിക്കുന്നത്? ആ ദർശനം അത് നിറവേറ്റപ്പെടുവാൻ ഇടയാകും. യോസഫിന് നേരെ ഒരുപാട് വിഷയങ്ങൾ വരുവാൻ ഇടയായി. എന്നാൽ അതിൽ നിന്ന് എല്ലാം ദൈവം അവനെ പുറത്തെടുക്കുവാൻ ഇടയായി. ഇന്ന് ഹാലലൂയ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നിങ്ങളുടെ ദർശനം നിങ്ങൾ അറിയാതെ പൈശാചിക ലോകത്തിന് പങ്കുവെച്ചിട്ടുണ്ടെങ്കിൽ, ഹാലലൂയ നിങ്ങൾക്കെതിരെ അതൊരായുധമായി പൈശാചിക ലോകം പ്രയോഗിക്കുന്നുവെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ കൂടെ നടക്കുന്നവരായിരിക്കും. ഹാലലൂയ. നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളെ തകർക്കുവാൻ ഒരു പൈശാചിക തന്ത്രത്തിനും ആകത്തില്ല. കാര്യം ദർശനം തന്നത് സർവശക്തനാകുന്ന ദൈവമാ. ഹാലലൂയ. കർത്താവേ, പ്രിയ മക്കളെ വിവരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം കൊടുത്ത ദർശനം അത് പൂർത്തീകരണത്തിലേക്ക് എത്തട്ടെ. ഹാലലൂയ. ചില ഡോറുകൾ തുറക്കട്ടെ യേശുവിന്റെ നാമത്തില്. കടഭാരങ്ങൾ മാറട്ടെ, പ്രതിയോഗികൾ പരാജയപ്പെടട്ടെ യേശുവിന്റെ നാമത്തില്. പ്രിയ മക്കളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. അത്ഭുത സാക്ഷ്യങ്ങൾ പുറത്തു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ.